നമസ്കാരം. ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. BSNL ബ്രോഡ്ബാൻഡിൻ്റെ വർക്ക് അറ്റ് ഹോം പ്ലാൻ്റെ വാലിഡിറ്റി ജൂൺ 20 വരെ നീട്ടിയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് ലഭിക്കും. BSNL 2399 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഡെയിലി 250 മിനിറ്റിൻ്റെ ഫ്രീ കോൾ ലഭിക്കും. വാലിഡിറ്റി വരുന്നത് 600 ദിവസമാണ്. Fujifilm X-T4 ഫ്ലാഗ്ഷിപ്പ് X സീരീസ് മിറർലെസ് ക്യാമറ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻബോഡി സ്റ്റെബിലൈസേഷനുമായിട്ടാണ് ഈ ക്യാമറ വരുന്നത്. ഈ ക്യാമറയുടെ വില വരുന്നത് 1,54,999 രൂപയാണ്. ഹാക്കർമാർ iOS സോഫ്റ്റ്വെയറിൻ്റെ പുതിയ ജെയിൽ ബ്രേക്ക് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് iOS 11 സോഫ്റ്റ്വെയറിൻ്റെ മുകളിലുള്ള എല്ലാ ഫോണുകളും സപ്പോർട്ട് ചെയ്യും. ജൂൺ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഹുവാമി അമേസ്ഫിറ്റ് ബിപ്പ് എസ് എന്നുള്ള സ്മാർട്ട് വാച്ചിൻ്റെ വില 4,999 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. 1.28 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടായിരിക്കും ഈ സ്മാർട്ട് വാച്ച് വരിക. പിന്നെ ഇതിൽ നമുക്ക് 2000 mAh ബാറ്ററിയും ലഭിക്കും. ജിയോയുടെ ഓൺലൈൻ ഗ്രോസറി സർവീസായ ജിയോ മാർട്ട് ഇനി മുതൽ ഏകദേശം 200 ടൗണുകളിൽ ലഭ്യമാകും. ഗൂഗിൾ സെർച്ചിന് പകരമായിട്ട് ഹുവാവെ പെറ്റൽ സെർച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സിട്ര എന്ന നിൻറ്റൻഡോ 3DS സിമുലേറ്റർ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. MI Band 5ൻ്റെ പുതിയൊരു ലൈവ് ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. 1.2 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടായിരിക്കും ഈ സ്മാർട്ട് ബാൻഡ് വരിക. ആപ്പിൾ എയർപോർട്ട് സ്റ്റുഡിയോ എന്നുള്ള ഇയർഫോൺ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 2.9 കോടിയോളം ഇന്ത്യക്കാരുടെ ഡാറ്റ ഡാർക്ക് വെബിൽ ലീക്കായിരിക്കുകയാണ്. ജോലി അന്വേഷിക്കുന്നവരുടെ ഡാറ്റയാണ് ലീക്കായിരിക്കുന്നത്. റെഡ്മി 1 എന്ന റെഡ്മിയുടെ ആദ്യത്തെ മോണിറ്റർ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മോട്ടറോള എഡ്ജ് പ്ലസ് എന്ന ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ഫ്ലിപ്കാർട്ട് വഴി നടക്കും. ഈ ഫോണിൻ്റെ വില വരുന്നത് 74,999 രൂപയാണ്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൽ നമുക്ക് 6.7 ഇഞ്ചിൻ്റെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും ഫ്രണ്ടിൽ 25 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. OnePlusൻ്റെ ട്രൂ വയർലെസ് ഇയർബഡ്സിൻ്റെ പേര് OnePlus ബഡ്സ് ആയിരിക്കും. ഈ ഇയർബഡ്സ് ലോഞ്ച് ചെയ്യുക ജൂലൈ മാസത്തിലായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S6 ലൈറ്റ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 29,000 രൂപയാണ്. 10.4 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. Exynos 9611 എന്നുള്ള പ്രോസസ്സറാണ് ഈ ടാബിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 7040 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. ഈ ടാബിൽ നമുക്ക് S Pen ലഭിക്കും. സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S7 വൈഫൈ അലയൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഈ ടാബിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. 11 ഇഞ്ചുമായിട്ട് വരുന്ന ഒരു വെർഷനും 12.4 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ടാബ് വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. റെഡ്മി TV സൗണ്ട് ബാർ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 30 വാട്ടിൻ്റെ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് 5.0യും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 2100 രൂപയാണ്. റിയൽമിയുടെ കുറേ പ്രോഡക്ട്സ് ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നൊരു പ്രോഡക്റ്റാണ് റിയൽമി വാച്ച്. റിയൽമി വാച്ചിൽ നമുക്ക് റിയൽ ടൈം ഹാർട്ട് റേറ്റ് മോണിറ്ററും അതുപോലെ ബ്ലഡ് ഓക്സിജൻ ലെവൽ നോക്കാനുള്ള ഫീച്ചറൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 3999 രൂപയാണ്. പിന്നെ ഇന്ത്യയിൽ റിയൽമിയുടെ റിയൽമി ബഡ്സ് എയർനിയോ എന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ 13mm ഡ്രൈവേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 2999 രൂപയാണ്. റിയൽമിയുടെ റിയൽമി പവർ ബാങ്ക് 2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ പവർ ബാങ്ക് വരുന്നത്. ഇതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 999 രൂപയാണ്. പിന്നെ ഇന്ന് ഇന്ത്യയിൽ റിയൽമിയുടെ 2 സ്മാർട്ട് TVയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 32 ഇഞ്ചിൻ്റെ TVയും അതുപോലെ 43 ഇഞ്ചിൻ്റെ TVയും. 32 ഇഞ്ചിൻ്റെ TVയിൽ നമുക്ക് HD റെസൊല്യൂഷനും 43 ഇഞ്ചിൻ്റെ TVയിൽ ഫുൾ HD റെസൊല്യൂഷനും ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് 2 TVകളിലും വരുന്നത്. 2 TVകളുടെയും ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ് 2 TVകളിലും വരുന്നത്. 2 TVകളിലും 24 വാട്ടിൻ്റെ 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 TVകളിലും ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 32 ഇഞ്ചിൻ്റെ TVയുടെ വില വരുന്നത് 12,999 രൂപയും 43 ഇഞ്ചിൻ്റെ TVയുടെ വില വരുന്നത് 21,999 രൂപയുമാണ്. പിന്നെ റിയൽമിയുടെ സൗണ്ട് ബാറിൻ്റെ ടീസറും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഈ സൗണ്ട് ബാർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. 100 വാട്ടിൻ്റെ 4 സ്പീക്കറും സബ് വൂഫറുമായിട്ടായിരിക്കും ഈ സൗണ്ട് ബാർ വരിക. റിയൽമിയുടെ റിയൽമി ബഡ്സ് Q എന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 1600 രൂപയാണ്.
പിന്നെ ചൈനയിൽ റിയൽമിയുടെ റിയൽമി 30W ഡാർട്ട് പവർ ബാങ്കും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10,000 mAh ബാറ്ററി കപ്പാസിറ്റിയുമായിട്ടാണ് ഈ പവർ ബാങ്ക് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 2,100 രൂപയാണ്. റിയൽമിയുടെ റിയൽമി X50 Pro പ്ലെയർ എഡിഷൻ എന്നുള്ള ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 6.44 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16+2 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. 4100 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 28,000 രൂപയാണ്. സാംസങ്ങിൻ്റെ M സീരീസിൽ വരുന്ന സാംസങ് M01ഉം അതുപോലെ സാംസങ് M11ഉം ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് M01 വരിക സ്നാപ്ഡ്രാഗൺ 439 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും. സാംസങ് M11ൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 450 എന്നുള്ള പ്രോസസ്സർ ലഭിക്കും. സാംസങ്ങിൻ്റെ സാംസങ് A31 എന്ന ഫോൺ ജൂൺ 4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P65 എന്നുള്ള പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഓപ്പോ എൻകോ W51 എന്നുള്ള ട്രൂ വയർലെസ് ഇയർബഡ്സിൻ്റെ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ഗൂഗിൾ പിക്സൽ 5ൽ സ്നാപ്ഡ്രാഗൺ 768G എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് പുതിയ റിപ്പോർട്ട്. പിന്നെ ഈ ഫോണിൻ്റെ വില $699 ആയിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അതായത് ഏകദേശം 53,000 രൂപ. HTCയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പുതിയൊരു ഫോൺ ജൂലൈ മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓപ്പോ റെനോ 4 സീരീസ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. ഓപ്പോ റെനോ 4 സീരീസിൽ 2 ഫോണുകളായിരിക്കും വരിക. ഓപ്പോ റെനോ 4ഉം പിന്നെ ഓപ്പോ റെനോ 4 പ്രോയും. ഈ ഫോണുകളുടെ ചില സ്പെസിഫിക്കേഷനും ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. ഓപ്പോ റെനോ 4 പ്രോയിൽ നമുക്ക് 6.55 ഇഞ്ചിൻ്റെ 3D കേർഡ് ഡിസ്പ്ലേ ലഭിക്കാനാണ് സാധ്യത. ഈ ഫോണിൻ്റെ പിന്നിൽ 48+12+13 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരാനാണ് ചാൻസ്. പിന്നെ ഓപ്പോ റെനോ 4ൽ നമുക്ക് 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ലഭിക്കാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 48+8+2 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32+2 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ലഭിക്കാനാണ് സാധ്യത. പിന്നെ 2 ഫോണുകളും സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക. 2 ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യും. പിന്നെ 2 ഫോണുകളിലും നമുക്ക് 4000 mAh ബാറ്ററി ലഭിക്കും. 2 ഫോണുകളിലും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഹുവാവേ എൻജോയ് Z എന്ന 5G ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800 എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 6.57 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 18,000 രൂപയാണ്. റെഡ്മി K30i എന്ന ഫോൺ ചൈനയിൽ ഒരു ഷോപ്പിംഗ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20+2 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 21,000 രൂപയാണ്. സാംസങ് നോട്ട് 20+ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ചില റെൻഡേഴ്സും പുറത്തു വന്നിട്ടുണ്ട്. സാംസങ് നോട്ട് 20ൽ നമുക്ക് 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറായിരിക്കും ഫോണിൻ്റെ പിന്നിൽ ലഭിക്കുക. പിന്നെ സാംസങ് നോട്ട് 20+ൽ മെയിൻ സെൻസർ 108 മെഗാപിക്സലുമായിട്ടായിരിക്കും വരിക. പിന്നെ 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരും. പിന്നെ സാംസങ് നോട്ട് 20 അൾട്രയിൽ നമുക്ക് 48 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നതായിരിക്കും. സാംസങ് നോട്ട് 20+ൽ നമുക്ക് ഫ്രണ്ടിൽ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ലഭിക്കും. പിന്നെ 4370 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പോക്കോ 10ഓളം പേരുകൾ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ചിലപ്പം ഫോണുകൾ അയക്കാം. സ്നാപ്ഡ്രാഗൺ 6 സീരീസിൽ വരുന്ന പുതിയൊരു 5G പ്രോസസ്സർ വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണിൻ്റെ വില 1000 യുവാൻ്റെ അടുത്തായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ഏകദേശം 11,000 രൂപ.